സ്നേഹ നമ്മുടെ പ്രശ്നേഷ് പച്ച വീട്ടിൽ പ്രശ്നേഷ് പച്ച ഡ്രസ്സൊക്കെയാണ്. ആക്ച്വലി ഈ ചെങ്ങായിന്റെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടു. ഇതിന്റെ മുമ്പും ഈ മൂത്ത ആൺകുട്ടി എന്നുള്ള സെറ്റപ്പിൽ ഇവൻ കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവന്റെ മൊത്തത്തിലുള്ള ഒരു കുടുംബത്തിന്റെ സ്റ്റോറി കേൾക്കുമ്പോഴും നമ്മളെ പോലെ ഒന്നുമല്ല, ഒരുപാട് ട്രോമാസ് അനുഭവിച്ചിട്ടുള്ള എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു പയ്യനാണ്. ആൻഡ് സ്റ്റിൽ ഞാനൊരു കാര്യം തുറന്നു പറയാണ്, ഈ ചെക്കന് ഇപ്പോഴും ട്രീറ്റ്മെന്റ് വേണം. ഇവൻ ഇപ്പോഴും ഭീകരമായ പ്രശ്നത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇവൻ പോയി കഴിഞ്ഞാൽ ഇവന് ഭയങ്കര സീനായിരിക്കും. സംഗതി നമ്മൾ പ്രശ്നേഷനെ ട്രോളും സംസാരിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ എവിടെയോ ഈ പ്രശ്നേഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഭീകരമായ മെന്റൽ ഡിപ്രഷനിലാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്. പക്ഷെ ഇവൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും നമുക്ക് എൻഡോസ് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ റീസെന്റ് ഇവൻ ഒരു കോണ്ടൊക്കെ പൊക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഗതി ഇൻഫോർമേറ്റീവ് ആണ്. കാരണം ഹോട്ടൽ റൂമൊക്കെ എടുത്തിട്ട് കോണ്ടം യൂസ് ചെയ്തതിന് ശേഷം അത് പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യാതെ അത് നേരെ ഡസ്റ്റ്ബിന്നിൽ ഇട്ട് പോകുമ്പോൾ ചേച്ചിമാർ അതെടുത്തിട്ട് വന്നിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചേട്ടന്മാർ റൂം സർവീസിൻ്റെ ആൾക്കാർ അതെടുത്ത് ഹാൻഡിൽ ചെയ്യുമ്പോഴും അവർക്കത് കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒന്നില്ലെങ്കിൽ അത് അവിടെ ഇടാതിരിക്കുക, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു വഴിയൊക്കെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇവൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്ത് ഇവൻ തന്നെ ഓൺ ദ അതർ ഹാൻഡ് ഉപേക്ഷിച്ച കോണ്ടത്തിനെ പോലെ സ്വന്തം വീട്ടുകാരെന്ത് ചെയ്യുന്നു, ഉപമിക്കുക. അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെയാണ് എനിക്ക് തോന്നി, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രശ്നേഷനെ ട്രോളാനോ കളിയാക്കാനോ ഉള്ളൊരു കോണ്ടന്റ് അല്ല. പക്ഷെ നമുക്ക് തോന്നി ഇത് പ്രശ്നേഷ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒബിയസ്ലി നമ്മളെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് അവൻ എടുത്തിച്ച് ട്രോളുന്നത്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ഞാൻ വേണമെങ്കിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാം. വല്ല ട്രീറ്റ്മെൻറ്റിനോ എല്ലാവരുടെ അടുത്ത് കാണിക്കാനോ, അല്ലെങ്കിൽ നിനക്ക് സംസാരിച്ച് അതിൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ സംസാരിച്ചാൽ തീരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു ഹിയർ. നല്ല രീതിയിലാണ് ഞാൻ കേൾക്കാൻ റെഡിയാ മോനെ. കാരണം നമ്മളെ മുന്നിൽ ഒരാൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഉരുകുന്നത് കാണാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവൻ്റെ കോണ്ടന്റുകൾ ഞാൻ ഇപ്പോൾ മറ്റേ പറഞ്ഞ സാധനമല്ലേ, അതാണിത്. ഉപയോഗിച്ച കോണ്ടം പോലെ വീട്ടുകാരെ എങ്ങനെ കളയാം, സ്വന്തം വീട്ടുകാരെയാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ ഇവൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, അതൊന്ന് വായിക്കുമോ? ഉപയോഗിച്ച കോണ്ടം പോലെ വീട്ടുകാരെ എങ്ങനെ കളയാം. ഉപയോഗിച്ച കോണ്ടം കൃത്യമായും ശാസ്ത്രീയമായും ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അതേപോലെ ഉപയോഗശേഷം ഞാൻ വീട്ടുകാരെ എങ്ങനെയാണ് കളഞ്ഞതെന്നാണ് പലരും ചോദിച്ചത്. സത്യത്തിൽ ആരെയാണ് ഉപയോഗിച്ചിട്ട് വലിച്ചിരുന്നത്? 2019 അച്ഛൻ ഉപയോഗിച്ച് പോയപ്പോൾ മുതൽ എന്നെ എൻ്റെ വീട്ടുകാർ തല്ലു പൊളിച്ച ദിവസം വരെ ഞാനല്ലായിരുന്നു അവരുടെ അന്നമാർഗം. ഞാനല്ല എൻ്റെ യൗവനവും കോളേജ് ജീവിതത്തിലെ സന്തോഷങ്ങളും ത്യജിച്ചുകൊണ്ട് നടുവൊടിച്ച അമ്മയും പെങ്ങളെയും നോക്കിയത്. ഞാനല്ലേ മെറിറ്റിൽ പോളിടെക്നിക് പഠിക്കുമ്പോൾ അനിയത്തിക്ക് ബികോം ഡിഗ്രി പഠിക്കാൻ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് കൊടുത്തത്, 3 വർഷത്തെയും ഫീസ് അടച്ചതും. ഞാനല്ലേ അവസാനത്തെ വർഷത്തെ കോളേജ് ടൂറിന് പോകാതെ പെയിന്റ് പണിക്ക് പോകേണ്ടി വന്നിട്ട് പോലും അനിയത്തി എൻ്റെ കാശിന് ടൂർ വിട്ടത്. ഞാനല്ലേ അച്ഛൻ്റെ പേരിലുള്ള അവകാശങ്ങൾ കൂടെ എൻ്റെ പേരിൽ എഴുതാതെ അമ്മയുടെ പേർക്ക് എഴുതിച്ചു കൊടുത്ത്. ഇനി അമ്മയും അനിയത്തിയും എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എൻ്റെ കല്യാണ സമയത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലും 5 പൈസ ഞാൻ അനക്കിയോ? എനിക്ക് കാർ എടുക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ സ്വർണം ഞാൻ പണയം വെച്ചത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത് തിരിച്ചെടുത്ത് തരികയും നിങ്ങൾ പറഞ്ഞ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തരികയും ചെയ്തില്ലേ? എന്നിട്ടും നിങ്ങൾ എന്നെ സ്വർണ്ണേശാക്കി മുദ്ര കുത്തിയതാണോ എന്നുള്ള നന്ദി പ്രകടനം? വീട് പണത്തിനെടുക്കാൻ വേണ്ടി ഞാൻ ഇറക്കി എൻ്റെ പൈസ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടിയത് അതും കൂടി ഞാൻ അനിയത്തിയുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടിയല്ലേ? എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരേണ്ടി വന്നപ്പോഴത്തെ പക കാരണം എന്നെ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിലിടാൻ നോക്കുന്നതാണോ എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം? മൂത്ത മകനായി പിറന്നു പോയതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ കൂടി രചിക്കാൻ എനിക്കൊരു വയ്യമ്മേ. പറ്റുമെങ്കിൽ പൊറുക്കുക, അല്ലെങ്കിൽ വെറുക്കുക. ഇതാണ് ഇവൻ എഴുതിയിട്ടുള്ളത്. ഇതിവൻ ഇവന്റെ വേർഷനാണ് ഇവൻ പറയുന്നത്. ഇവന്റെ വേർഷൻ പറയാൻ ഇവൻ കുറെ കാരണങ്ങൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് അമ്മ എന്ന് പറഞ്ഞ വ്യക്തി ഇവന് കൊടുത്ത ട്രോമ ചെറുപ്പത്തില്. ഇത്ര കാലം പ്രശ്നേഷിൽ നിന്ന് നമ്മൾ കേട്ടത് അച്ഛൻ ഉണ്ടാക്കിയ ട്രോമയാണ്. അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി അവർക്ക് ലൈഫിൽ ഉണ്ടാക്കി വെച്ച ട്രോമയും ഇവൻ ഇപ്പം ഈ പറയുന്ന അമ്മയെ KGF അമ്മേനെ പോലെ മ്യൂസിക്കും BGM ഒക്കെ ഇട്ടിട്ടാണ് ഇവൻ നമ്മളെ മുന്നിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളതും കാണിച്ചതും. അത് വെറും നിന്റെ റിയൽ ലൈഫാണ് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഇവൻ അമ്മേനെ കുറിച്ച് പറയുന്നതാണ്. ഇത് കേട്ടോട്ടോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദുശീലം തുടങ്ങി. ദുശീലം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമോ ഒന്നുമല്ല, ഞാൻ അറിയാണ്ട് ചെയ്തു പോണ ഒരു മെഡിക്കൽ ഇഷ്യൂ തന്നെയായിരുന്നേ. അതായത് ഞാൻ കിടന്നുമുള്ളായിരുന്നു 9ാം ക്ലാസ്സിൽ പഠിക്കും. ഒന്ന് ആലോചിച്ചു, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കിടന്നുമുള്ളി പോകണതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കറിയാം, എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അയ്യോ ഞാൻ എന്തോന്ന് ഈ കാണിച്ചത്. രാത്രി ഞാൻ വെള്ളം കുടിക്കാതെ കിടക്കുമായിരുന്നു.
മുള്ളാണ്ടിരിക്കാനായിട്ട്. രാത്രി മുള്ളാൻ പോയിട്ടേ കിടക്കുകയുള്ളായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഞാൻ ചിലപ്പം ഞെട്ടി എണീക്കുന്നത് എനിക്ക് പേടി, ഉറങ്ങാൻ വരെ പേടിയാണ്. കാരണം നാണക്കേടല്ലേ, എനിക്ക് തന്നെ എന്നോട് നാണക്കേടല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൂടെ പറ്റുന്ന മാക്സിമം ശ്രമിക്കും. പക്ഷേ സ്റ്റിൽ എൻ്റെ കയ്യിൽ നിൽക്കാറില്ല, അറിയാണ്ട് മുള്ളിൽ പോവും. ഈ പറയുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ് കേട്ടോ. കാരണം ആ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്തെന്നുള്ളത് എനിക്ക് ഇപ്പോഴും കറക്റ്റ് ഒരു ഇത് കിട്ടുന്നില്ല. അത്രയും ബുദ്ധിമുട്ടിലൂടെ എൻ്റെ ഉള്ളിനെ ഞാൻ പിടിച്ചു നിർത്തിയത്. മറ്റേ മാനസിക സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു കേട്ടോ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദം. കാരണം ഞാൻ ചെയ്യുന്നൊരു തെറ്റ് ഞാൻ അറിഞ്ഞ് ചെയ്യുന്നതുമല്ല, പക്ഷെ എനിക്കതിൽ എന്നെ ന്യായീകരിക്കാനും പറ്റുന്നില്ല. എനിക്കത് നിർത്തണം, പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എണീക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനവ് വരുമ്പോൾ എണീക്കും. എണീറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? രാത്രിയാണ്. തുണി നനച്ചുകൊണ്ട് വന്നിട്ട് ഈവൻ ഞാൻ ഇട്ട ഉടുപ്പോ അല്ലെങ്കിൽ ഒരു തോർത്തോ നനച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കിടന്ന് മുള്ളി നനഞ്ഞു വീണിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ കട്ടിലിൻ്റെ മേൽഭാഗം, ആ പലകയും ഞാൻ തുടയ്ക്കും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അപ്പം ഞാൻ ട്യൂഷന് പോയി കഴിയുമ്പോഴായിരിക്കും അമ്മ എണീക്കുന്നത്. ട്യൂഷന് പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് അമ്മ ഇത് കാണുമല്ലോ. അതായത് പായ വിരിച്ചിട്ടുണ്ട്, പുതപ്പ് വിരിച്ചിട്ടുണ്ട്, തുണി ഞാൻ തന്നെ, സ്വന്തം തുണി ഞാൻ തന്നെയായിരുന്നു കഴുകുന്നത്. പക്ഷെ പായും പുതപ്പും ഒക്കെ കഴുകി ഇടുന്ന കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലാവും കിടന്നു മുള്ളിയാണ്. അപ്പം എനിക്ക് അമ്മ ചോദിക്കും കിടന്നു മുള്ളിയായിരുന്നു. ഞാൻ പറയും അറിയാണ്ട് മുള്ളിയായിരുന്നു പറയും. അമ്മ എന്ത് ചെയ്യുമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അപ്പുറത്തെ വീട്ടിലെ അക്കച്ചിരിക്കെ പോയി പറയും. അതും അവിടെ പോയി കുശലം പറയുന്നതല്ല, ഇവിടെ ഒന്ന് വിളിച്ചു പോവും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത സിറ്റുവേഷനാണ്. എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആളാണ്, എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആളാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അമ്മ പറയുന്നതെന്ന് വെച്ചാൽ പേരൊക്കെ ഞാൻ ചെറിയതായിട്ട് ആൾട്ടർ ചെയ്യാന്ന് പറയുന്നത്. കാരണം ആരെയും എനിക്ക് ഉപദ്രവിക്കാനൊന്നുമില്ല. രഞ്ജിനി കിച്ചു മുള്ളി, ഈ രഞ്ജിനിയെടുക്ക കിച്ചു മുള്ളി എന്ന് പറയേണ്ട കാര്യം എന്താണ്? രഞ്ജിനിയെടുക്കലാണ് കിച്ചുവിന്റെ മൂത്രം സഞ്ചരിക്കുന്നത്. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ദേഷ്യം വരും. കാരണം അമ്മ ചെയ്ത കാര്യങ്ങളുടെ അകത്തുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്താലും അമ്മയ്ക്കത് എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പുള്ളിക്കാരിക്ക് ദേഷ്യം വരുമായിരുന്നു. അല്ലെങ്കിൽ കാണിക്കാൻ പൈസ ഇല്ലെങ്കിൽ അച്ഛനൊക്കെ പറഞ്ഞാൽ മതി, അച്ഛൻ പൈസ തരും. അന്ന് അച്ഛൻ കള്ളുകൂടിയൊന്നും അല്ലാത്ത സമയമാണ്, പൈസ ഇറക്കുന്ന സമയമാണ്. അപ്പൊ അതിന് പോലും എഫേർട്ട് ഇടാണ്ട് അമ്മ ഇങ്ങനെ കളിയാക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അച്ഛൻ്റെക്ക് പറഞ്ഞിട്ട് അച്ഛനത് ഡീൽ ചെയ്യാനായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്തേനെ. പക്ഷെ അമ്മ അത് അപ്പുറത്തെ വീട്ടിൽ അക്കശിലേക്ക് പറഞ്ഞ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഗുണം ഇപ്പോഴും എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഇതാണ് പ്രശ്നേഷിന് ഫസ്റ്റ് ഒരു ട്രോമ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ഈ ട്രോമ ഇവന് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. ട്രോമയൊക്കെ കാണും. ഇപ്പം ഞാൻ അന്ന് പൊറാട്ട കേസ് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ. ജസ്റ്റ് ഒരു പൊറാട്ട ചോദിച്ചപ്പോൾ അച്ഛൻ കയ്യിന് തല്ലി, അതിൻ്റെ മനസ്സിൽ ട്രോമയായിട്ട് കിടന്നു. പിന്നെ ഒരു ഇഷ്യൂ ഞങ്ങൾ തമ്മിൽ വന്നപ്പോഴത്തേക്ക് എനിക്കതെന്തായി കയറി ഹിറ്റായി. പിന്നെ എനിക്കത് അച്ഛനോട് ദേഷ്യമായി. ഞാൻ അച്ഛനോട് പിന്നെ സംസാരിക്കാതെയായി. പിന്നെ അത് ഭയങ്കര ഒരു ഗ്യാപ്പായി. പക്ഷേ ഞാൻ പോയ സീനും ഇവൻ്റെ സീനും വ്യത്യാസമുണ്ട്. ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബട്ട് ഞാൻ റിക്കവർ ആയ ഒരു കാര്യം ഞാൻ ഇവനോട് പറയാണ്. മേ ബി ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ അച്ഛനമ്മമാരോട് ഒരു ദേഷ്യമോ വിഷമോ വെറുപ്പോ വന്നിട്ട് ഇങ്ങനത്തെ ട്രോമകൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഞാൻ എങ്ങനെയാണ് റിക്കവർ ആയി അറിയോ? ഒബിയസ്ലി ബിഗ് ബോസ് പോയ സമയത്ത് ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ മാറി. ഒറ്റപ്പെട്ട ഒരു എന്താ പറയുക, ഒരു പീസ് ഓഫ് മൈൻഡിൽ നമ്മളെത്തി. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ബിഗ് ബോസ് പോകാൻ പറ്റണമെന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു പീസ് ഓഫ് മൈൻഡിൽ എത്തുക. ഒരു സമാധാന അന്തരീക്ഷത്തിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ എത്തിക്കുക. ഓക്കെ, എത്തിയതിനു ശേഷം നിങ്ങൾ തിങ്ക് ചെയ്യുക. എന്ത് തിങ്ക് ചെയ്യുക? നമ്മളെ ജനിപ്പിച്ച നമ്മുടെ അച്ഛനും അമ്മയാണ്. അവരാ സമയത്ത് അത് ചെയ്തു. ഓക്കെ, അവർ ചെയ്തു. പക്ഷെ അത് അവർ മനഃപൂർവ്വം ചെയ്യണമല്ല. അത് അവരുടെ ജീവിത സാഹചര്യവും അവരുടെ പ്രശ്നങ്ങളും അവർ കടന്നു പോകുന്ന സിറ്റുവേഷനിലും അവർ നമ്മളോട് ചെയ്തതായിരിക്കാം. മാതാപിതാക്കളാണ്. നമ്മൾ ലൈഫിൽ ഒരു ഏജും ഒരു സ്റ്റേജും എത്തി നമ്മൾ റിയലൈസേഷൻ്റെ വക്കിലെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ചെയ്തത് ചെയ്തു. നമുക്കിനി അവരോട് തിരിച്ച് റിവെഞ്ച് എടുത്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അച്ഛനും അമ്മേനെയും പറഞ്ഞിട്ട് നമുക്കൊന്നും ആവാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളായിട്ട് അതെന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് അച്ഛനും അമ്മേനെയും എടുത്ത് വിടുക. എന്നാലേ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നാളെ നമ്മളെ മക്കളും ചിലപ്പോൾ ചിന്തിക്കുള്ളൂ. മനസ്സിലായോ? ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ എനിക്കൊരു സ്റ്റേജ് ഉണ്ടായില്ല. എനിക്കൊരു സ്റ്റേജ് കിട്ടി ബിഗ് ബോസ് ത്രൂ. ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിച്ചു. ഞാൻ വലിയൊരു ബാഗേജ് എന്ത് ചെയ്ത് എടുത്ത് ഇറക്കി വെച്ചൊരു ഫീലായി. പിന്നെ പുറത്ത് വന്ന് വീണ്ടും അച്ഛനോട് സംസാരിച്ചു. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. എന്നോട് അച്ഛൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അത് ആലോചിച്ചിട്ടും കൂടിയില്ല. അതേപോലെ തന്നെ ഇയാൾക്കും ചില സമയത്ത് ആലോചിക്കില്ല. ആ സമയത്ത് പ്രശ്നം നിന്റെ അമ്മ ചിലപ്പോ ആലോചിച്ചിട്ടുണ്ടാവില്ല, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവരെ ലൈഫിൽ ഒരു മദ്യപാനിനെ കെട്ടിയ ആ ഒരു വിഷയം ഇങ്ങനെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഇത് ചെറിയ പ്രശ്നമേ ആവില്ല.
അപ്പോൾ അവർക്ക് എന്താണ് അച്ഛനോട് പൊതുവെ എന്താ ഒരു വീട്ടിൽ മക്കൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു അമ്മ ചെന്നിട്ട് അച്ഛനോടാ പറയുക അല്ലേ? കണ്ടോ മോനിങ്ങനെ പ്രശ്നം ഈ വീട്ടിൽ നിന്റെ വീട്ടിലത് അച്ഛനോട് പറയാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആ അമ്മയ്ക്ക് ഉണ്ടാവില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്യുക, അടുത്തുള്ള അമ്മേന്റെ റിലേറ്റീവിനോട് പറയും. അവരെ തെറ്റല്ല, അത് മനസ്സിലുള്ള ഒരു സങ്കടവും ഭാരവും ഇറക്കി വെക്കാനാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് അവൻ പറയുന്നേ അമ്മയ്ക്കൊരു ലിമിറ്റേഷൻ ഇല്ലേ. അപ്പൊ അച്ഛനാണ് എന്ത് ചെയ്യേണ്ടത്, അത് ശരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത് ആ സിറ്റുവേഷൻ അച്ഛനായിരുന്നു. അത് അച്ഛൻ ഹാൻഡിൽ ചെയ്തു എന്നും പറയുന്നുണ്ട്. അച്ഛനോട് ആയിരുന്നെങ്കിൽ ചെയ്തിരുന്നല്ലോ, അല്ല പിന്നെ ഹാൻഡിൽ ചെയ്തു എന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവൻ ഇത് കണക്ട് ചെയ്യുന്നത് അന്ന് ഞാൻ മൂത്രം ഒഴിച്ചപ്പോ അവിടെ നാട്ടിൽ പറഞ്ഞു നടന്ന അമ്മ ഇന്നും ഞാനൊരു പ്രശ്നം നടന്നപ്പോ നാട്ടുകാരുടെ അത് രണ്ട് സിറ്റുവേഷനാണ്. അമ്മ അന്ന് പറഞ്ഞത് നിന്നെ മോശക്കാരനാക്കാനോ നിന്നെ തല്ലുള്ളിക്കാനോ അല്ല. ഇന്ന് അവര് നാട്ടുകാരോട് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് സെൽഫായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നീ നട്ടപ്പാതിരക്ക് ഫ്രണ്ട്സിനെയും കൂട്ടി അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു ഒരു ഒരു പേടി തോന്നില്ലേ? നിന്റെ അമ്മയും പെങ്ങളാണെന്നുണ്ടെങ്കിലും അവർ 2 സ്ത്രീകളല്ലേ. അതുകൊണ്ട് അവർ പറഞ്ഞതായിരിക്കും. നീ അത് വിട്, ആ സംഗതി നീ ആദ്യം ഒഴിവാക്കേണ്ട എന്താ അറിയോ, നീ സോഷ്യൽ മീഡിയ കുറച്ച് ദിവസം എടുത്ത് വെക്കും. ഇത് ചിലപ്പോൾ നിന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആവും. നിനക്ക് അത് സാധനം സ്ഥിരമായിട്ട് ചെയ്താലേ നിനക്ക് വരുമാനം വരുന്നുണ്ടാവുള്ളൂ, ഒക്കെ നിനക്ക് ശരിയായിരിക്കാം. പക്ഷെ ഇത് നിന്നെ പടുകുഴിയിലേക്കാണ് കൊണ്ടുപോയിടുന്നത്. നീ അത് മനസ്സിലാക്ക്. നിനക്ക് ഒരു ബ്രേക്ക് എടുത്ത് നീ ഒന്ന് സമാധാനിച്ചൊരു മാസം ഒന്ന് വിട്ട് നിന്നിട്ട് നിന്റെ ഈ പഴയ ബീച്ചിൽ നിന്നുള്ള സാധനങ്ങൾ പൊക്കിക്കൊണ്ടിരുന്ന കോണ്ടന്റൊക്കെ ആയിട്ട് വാ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കോണ്ടന്റിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ അതിലൊരു സാധനമായിട്ട് വാ. അതൊക്കെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും. നീ അതിന് പകരം ഒരു കയ്യിൽ നീ നല്ലത് പറയും, അടുത്ത കയ്യിൽ നീ വന്നിട്ട് വീണ്ടും അമ്മേനെയും പെങ്ങളെയും പറയും. എടാ ഇത് ഈ ചെക്ക സീരിയസ് ആയിട്ട് ഭയങ്കര സീനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ ഇത് അറിയുന്നത്. അച്ഛൻ ഇത് അറിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കളിയാക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അങ്ങേരോട് ഒരു രക്ഷയില്ലാത്ത റെസ്പെക്ട് ഉണ്ട് കേട്ടോ. കാരണം അങ്ങേര് ഒറ്റ മനുഷ്യന് എന്നെ ആ ഒരു ലൂപ്പിനകത്ത് നിന്ന് രക്ഷിച്ചെടുത്തത്. എന്നെ ആക്ച്വലി ആശുപത്രി പോലും കൊണ്ടുപോയില്ല, ആശുപത്രി കൊണ്ടുപോകണ്ടായിരുന്നു ബെറ്റർ. പക്ഷെ പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫസ്റ്റ് സ്റ്റെപ്പ് പുള്ളി ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ദിവസവും രാത്രി ഒരു 10-12 മണി കഴിയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചെണീപ്പിക്കും. ഞാൻ പറയില്ല ഉറങ്ങണം എന്ന് പറഞ്ഞാലും പുള്ളി വിളിച്ചെണീപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ മൂത്രം ഒഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പുള്ളി ഗുഡ് നൈറ്റ് പറയണത്. അപ്പം ഈ 12 മണി വരെ പുള്ളിയുടെ പണി വേറെ ആയിരുന്നു. അത് പുള്ളി ഹാളിലിരുന്ന് ഈ തുണ്ട് കാണലായിരുന്നു പുള്ളിയുടെ മെയിൻ ഹോബി. ആക്ച്വലി ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട്. കാരണം അതൊരു ട്രോമ പോലെയായിരുന്നു കേട്ടോ. കാരണം അമ്മയും പെങ്ങളും അപ്പുറത്തെ മുറി കിടക്കുവാണ്, അച്ഛൻ ഹാളിൽ ഇരുന്നിട്ട് ടി വി മറ്റേ CD ഒക്കെ ഇട്ടിട്ട് തുണ്ട് കാണുവാണ്. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ റൂമിൽ അത് കാരണം മൂത്രമൊഴിക്കാൻ അങ്ങനെ മുട്ടിയാലും ഞാൻ അങ്ങനെ എണീറ്റ് ആ വഴി വരുത്തൂല്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യത്തിൽ രാത്രി മുള്ളൽ ശീലമാക്കിച്ചത് അച്ഛനാണ്. എന്തായാലും ആ കാര്യത്തിൽ അയാൾ എന്തിനിരുന്നാണെങ്കിലും എന്നോട് ചെയ്തത് ഹെൽപ്പ് തന്നെയാണ്. അപ്പുറത്തെ വീട്ടിലെ അക്കച്ചിയുടെ ഭർത്താവിനോടല്ലല്ലോ എൻ്റെ അച്ഛൻ പോയിട്ട് വിച്ച് മുള്ളി എന്ന് പറയാൻ പോയത്. അപ്പോൾ അങ്ങനെ ഡെയിലി അങ്ങനെ ശീലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ ഞാൻ തന്നെ എണീറ്റ് രാത്രി മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരു ശീലം തുടങ്ങി. നീ മനസ്സിലാക്കേണ്ട എന്താ പറയുക, നിന്റെ അച്ഛൻ നിനക്ക് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ നീ പറയുന്നുണ്ട്. സ്വന്തം ഒന്നിനാത്രം പോകുന്നൊരു മകളുള്ള വീട്ടിലിരുന്നിട്ട് സ്വന്തം അച്ഛൻ അവിടെ തുണ്ട് കാണുമ്പോൾ നിനക്ക് ഒന്നിനാത്രം പോന്നപ്പോൾ തന്നെ നിനക്കത് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നീ ഒരു മാറിപ്പോണ്ട ഒരു അവസ്ഥയിൽ നിനക്ക് അച്ഛൻ തുണ്ട് കാണുന്നത് നിനക്കൊരു ട്രോമയാണെങ്കിൽ ആ അമ്മയ്ക്കൊരു മകളെ വളർത്തിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് അത് എത്രത്തോളം ട്രോമയായിരിക്കും. ആ അമ്മയുടെ ആ സിറ്റുവേഷനാണ് ആ അമ്മ നിന്നെ ഹെൽപ്പ് ചെയ്യാതായതും ആ അമ്മയ്ക്ക് അതിൽ ഇടപെടാൻ പറ്റാത്തതും. മനസ്സിലായ? നീ ആ കാര്യം പറഞ്ഞിട്ട് അവരെ മോശക്കാരിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നിനക്കൊരു സീനാണെന്ന് നീ തിരിച്ചറിയണം മാൻ. നിന്റെ അച്ഛൻ ചെയ്ത നിനക്കത് നല്ല കാര്യമില്ല, അത് അയാൾ ചെയ്യേണ്ട കാര്യമാണ്, അയാൾ ചെയ്യണം. പ്രശ്നേഷന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അച്ഛന്റെ അല്ല അമ്മേന്റെ സൈഡിലുള്ളതോ അനിയത്തിന്റെ സൈഡിലുള്ള പ്രശ്നം കുഴപ്പം. കാരണം എന്താ പറയുക, ഇവന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, ഇവൻ ബാക്കി പ്രശ്നങ്ങളൊന്നും സെൽഫിഷ് ആണ്, ഇവൻ നോക്കുന്നില്ല. അതൊരു പക്ഷേ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഇവന് കറക്റ്റ് ഗൈഡ് ചെയ്യാൻ സാഹചര്യങ്ങളാണ്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈഡ് ചെയ്യാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ടും വളർന്ന സാഹചര്യത്തിൽ ഇതേപോലെ അച്ഛനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പ്രശ്നക്കാരായതുകൊണ്ട് ഇവന്റെ മനസ്സിൽ മൊത്തം ഇവൻ വളരുമ്പോഴേ ഇവൻ പ്രശ്നേഷായിട്ടാണ് ഇവൻ സ്വയം വളർന്നത്. കൺഫ്യൂസ്ഡ് ആണ് ഈ ചങ്ങാതി, ഇപ്പോഴും കൺഫ്യൂസ്ഡാ, അന്നും കൺഫ്യൂസ്ഡാ. ഏതാ നല്ലത് ഏതാ ചീത്തന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവരമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വയം എന്താണ് അവനാണ് നല്ലത് എന്നുള്ളത് തിരിച്ചറിയാൻ, അതാണ്. ഇപ്പൊ സ്നേഹന്റെ കൂടെ ഉണ്ട്, സ്നേഹന്റെ പാർട്ട്ണറാണ്, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് എന്താണ് വേണ്ടത്. സ്നേഹം ചില സമയത്ത് എന്നെ ഉപദേശിക്കാറുണ്ട്, ഞാൻ കേൾക്കും, എനിക്ക് ആവശ്യമുള്ളത് മാത്രം. അത് എൻ്റെ ഇൻഡിവിജ്വാലിറ്റി. സ്നേഹനെ ഞാൻ എന്ത് ചെയ്യും, അത് ഇത് അഡ്വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ സ്നേഹയുടെ ഇൻഡിവിജ്വാലിറ്റി വെച്ചിട്ട് സ്നേഹം എന്ത് ചെയ്യും,
അവൾക്ക് ആവശ്യമുള്ളത് അവള് ചെയ്യൂ. ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. ഞാനും എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കൂ. നമ്മൾ അങ്ങനെ ആയിരിക്കണം, മനസ്സിലായോ? പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പാരൻസ് ആണ്, അവർ ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് വളർന്ന പോലെ ആവില്ല. അവർക്ക് പല ഇൻഫ്ലുവൻസും കാണും. ഇപ്പം നമുക്കൊരു കുട്ടി ഉണ്ടായി, ഞാനോ സ്നേഹ കുട്ടീനെ വളർത്തുമ്പോൾ ഐ ക്യാൻ മേക്ക് ഷുവർ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ സേ എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ഞങ്ങളെ കുട്ടീനെ വളർത്തുന്നതിൽ ഒരു ഇൻവോൾവ്മെൻറ്റും അവർക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? അവർക്ക് ആർക്കും കയറി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റി. അങ്ങനെയാണല്ലോ ഇപ്പോൾ അല്ലേ? ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അമ്മമ്മ, മുത്തശ്ശൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമായിരിക്കും. അല്ലാതെ പണ്ടത്തെ പോലെ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും വന്നിട്ട് എന്തും പറയാ ചെയ്യാനുള്ള സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷെ നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് നമ്മളെ വളർത്തിയ സമയത്ത് അവർക്ക് ആ ബാഗേജ് കൂടി ഉണ്ട്. അത് വേറെ കാര്യം. സൊസൈറ്റിയെ പേടിക്കണം, കൂട്ടക്കാരും കുടുംബക്കാരും പേടിക്കണം. അതെ അതെ ഉണ്ട്. അങ്ങനെ കുറെ അല്ല വേറെ കാര്യമുണ്ട്. ഇവന്റെ കാര്യമാണ് പറയണത്. അമ്മയുടെ കാര്യം പറയുമ്പോ അമ്മ വളർന്ന സാഹചര്യം മനസ്സിലാക്കണം, അച്ഛൻ വളർന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ ആ രണ്ട് സാഹചര്യത്തിലൂടെയാണ് അവര് വന്ന് ഇവിടെ വരെ എത്തിയത്. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന സാധനങ്ങളും ഉണ്ടാവും, ട്രോമയും സാധനങ്ങളും അവർക്കും ഉണ്ടാവും. അപ്പൊ ഇവന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഒന്നുകൂടി കൊച്ചിലെ, ഇതിനേക്കാളും കൊച്ചിലെ എൻ്റെ അമ്മേനോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് മറ്റേ തണ്ണിക്കാപ്പന്നല്ലോ, ഓതളങ്ങ എന്നൊക്കെ പറഞ്ഞ സാധനം, ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇതിനെയൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമല്ല, എൻ്റെ അനുഭവം ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊന്നും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാനില്ല കേട്ടോ. ആ സാധനം എന്നെ കൊണ്ട് എടുപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടയിൽ എന്തോ പോയിട്ട് വരുന്ന വഴിയിൽ അമ്മ പറഞ്ഞ്, എടാ കിച്ചു ഇത് തട്ടിക്കൊണ്ട് വന്നു, നല്ല രസമായിരിക്കും. എനിക്കങ്ങനെ റോഡിൽ കൂടെ തട്ടിക്കൊണ്ട് നടക്കുന്നത് രസമുള്ള അങ്ങനത്തെ ഒരാളൊന്നുമില്ല, ഞാൻ ഒരു സ്പോർട്സ്മാൻ ആയിട്ടുള്ള ഒരാളേ അല്ല. അപ്പൊ അമ്മ പറഞ്ഞാൽ ഞാൻ ഒരു ചാടിക്കളിക്കട കൊച്ചിലാമായിരുന്നു കൊച്ചിലോട്ട്. അതായത് അമ്മ പറയുന്നത് എന്താണോ ആ സാധനം ഞാൻ ചെയ്യും. അങ്ങനെയായിരുന്നു കൊച്ചിലോട്ട്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതെനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. എന്നിച്ച് അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞ സാധനം ഞാൻ ഇങ്ങനെ തട്ടിക്കൊണ്ട് വന്ന് വഴി വരെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അതിന് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ മതിയാക്കി. ഒന്ന് ആലോചിക്കണം ഇത് മണ്ടനായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഞാൻ കളിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മ ഷെഡിനകത്തുനിന്ന്, ഞങ്ങൾക്ക് മറ്റേ ഷെഡാണ്, ചെറ്റപ്പരയാണ്, ഷെഡിനകത്തുനിന്ന് അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അമ്മ എന്തിനാ കരയുന്നതെന്ന്. ഞാൻ വെച്ചാൽ എന്ത് പറ്റി അമ്മ, എന്ത് പറ്റി, പ്രശ്നം എന്താ? ഓൾറെഡി വഴക്കും ബഹളമൊക്കെ, അച്ഛൻ കള്ളു കുടിച്ചിട്ടുള്ള ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഇത് രാവിലെ അച്ഛനെ അടിക്കുന്ന സമയമല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മ കരയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അമ്മ ഒന്നും പറയില്ല. അമ്മച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന മറ്റേ ശർക്കര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൈ പുറകോട്ട് മാറ്റി വെച്ചേക്കാണ്. ഈ ശർക്കരയുടെ അകത്തുനിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ തന്നിട്ട്, എനിക്ക് ഒടിച്ച് തന്നെയാണോ അതോ എന്നെ കൊണ്ട് ഒടിപ്പിച്ചാണോ എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ തന്നിട്ട് പറഞ്ഞ് പോയി കളിച്ചോളാൻ പറഞ്ഞു. അത് നിർബന്ധിച്ച് ഓടിച്ചിട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ മറ്റേ അമ്മയുടെ ചാടിക്കളിക്കുന്ന കൊച്ചിരാൻ വേണം. അപ്പോൾ ഞാൻ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ എനിക്കെന്തോ എനിക്ക് പറ്റണില്ല, എന്താണിത് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അമ്മച്ചി അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് ചെറ്റപ്പരയുടെ വാതിലിൽ നേരെ കയറി വന്നു കഴിഞ്ഞാൽ അമ്മ പിന്നെയും എന്താണേലും മറക്കുമെന്ന് എനിക്കറിയാം. അമ്മ എന്തുകൊണ്ടാണ് കറിയുന്നത് മനസ്സിലാവാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ താഴെ കിടന്ന്, ഇത് മറ്റേ കുരുട്ട് ബുദ്ധിയല്ല കേട്ടാ, ഇത് ബുദ്ധിയാണ്. എന്താണ് അപകടം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും അത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിയാണ് കേട്ടോ. അതുകൊണ്ട് കുരുട്ട് ബുദ്ധിയാണെന്ന് ഞാൻ പറയില്ല. ഞാൻ താഴെ കിടന്നിട്ട് താഴത്തോട് ഇങ്ങനെ തല വെച്ചിട്ട് എത്തി നോക്കി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കിയാൽ അമ്മേനെ കാണും, താഴത്ത് വരുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ നോക്കിയാലും ആരും കാണുന്നില്ല, നോക്കിയാലും ആ ഉപദ്രവം ഞാൻ കാണുന്ന അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മയുടെ കയ്യിൽ ഈ സാധനം ഇരിക്കുക, പച്ച കളറാണ് ഈ സാധനത്തിന്. ഇത് ഉണങ്ങിയൊരു സാധനമായിരുന്നു എന്നെ കൊണ്ട് തട്ടിക്കൊണ്ട് പരീക്ഷിച്ചത്. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ ഈ സാധനം ഇരിക്കുന്നത്, എൻ്റെ പൊന്നോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ കാറി ചുമ്മാ അവിടെ നിന്ന് ആദ്യമൊന്നും ഒച്ച വന്നില്ല, പിന്നെ ഞാൻ കാറി അയ്യോ ആരും ഓടിപ്പോയോ എന്ന് പറഞ്ഞ് ഞാൻ കാർ കൂവി. പക്ഷെ അവിടെയും എന്നെ കൊണ്ടാണത് എടുപ്പിച്ചത്. ആ വിഷ സാധനം എന്നെ കൊണ്ടാണ് പുള്ളിക്കാരി ആക്സസ് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഞാൻ ശരിക്കും ഒരുപാട് നാൾ ഇതിന്റെ പുറത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് പ്രശ്നേഷിന്റെ അമ്മ ഒതളങ്ങ. അത് കഴിച്ചാ മരിക്കുന്നൊക്കെയാ പറയുന്നത്. കറുത്ത കളർ ആ ഒതളങ്ങേന്റെ കളർ അതായിരിക്കണം. ഒതളങ്ങ തട്ടിക്കൊണ്ടിരിപ്പിച്ചു ഇവനെ കൊണ്ട്, അമ്മയായിട്ട് എടുത്തില്ല. എന്നിട്ട് അത് അങ്ങനെ അമ്മ അത് കഴിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഇവന് സംശയം തോന്നി. ഇവൻ നോക്കി, എന്നിട്ട് ആളെ വിളിച്ചു കൂട്ടി. എനിക്ക് അപ്പോഴും ഈ കഥയിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒതളങ്ങ തട്ടിക്കൊണ്ടിരുന്ന ഇവനെ അറിയില്ല ഇത് കഴിക്കാൻ പാടില്ലാത്ത സാധനം എന്നുള്ളത്. എന്നിട്ടാണോ തട്ടിക്കൊണ്ടത് എന്തോ ആയിക്കോട്ടെ, തട്ടിക്കൊണ്ടുവന്നു. അമ്മ അത് കഴിക്കാൻ നോക്കി, ഇവൻ രക്ഷപ്പെടുത്തിയതിനു ശേഷം പിന്നെ വീട്ടുകാരൊക്കെ അമ്മയ്ക്ക് മരിക്കാൻ ഒതളങ്ങ എടുത്തു കൊടുത്തവനല്ലടാ എന്ന് ചോദിച്ചിട്ട് ഇവനെ കളിയാക്കി. മനസ്സിലായോ? അതായത് അമ്മയ്ക്ക് അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ, എന്നെ കൊണ്ടത് തട്ടിക്കൊണ്ടുവരിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതും എന്റെ അതാന്റെ അമ്മേന്റെ പ്രശ്നമല്ല. നീ ഒരു കാര്യം മനസ്സിലാക്ക്,
നിന്റെ അമ്മ മരിക്കാതെ നോക്കി. അപ്പൊ അവരുടെ സിറ്റുവേഷൻ എന്താ നീ മനസ്സിലാക്കി? അവര് മരിക്കാതെ നോക്കി. അവര് മരിക്കാതെ നിങ്ങൾ 2 മക്കളെയും അല്ല, അവര് സ്വയം മരിക്കാതെ നോക്കിയ. നിങ്ങൾക്ക് പക്ഷെ കൊന്നിട്ട് അവര് മരിക്കാനല്ല അവര് നോക്കിയേ, അവര് സ്വയം തീരാനാണ് അവര് നോക്കിയത്. അപ്പൊ അവരുടെ സിറ്റുവേഷൻ നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നീ പറയുന്നത് നിന്റെ കുടുംബക്കാര് നിനക്കിട്ട് പണിഞ്ഞ പണിയാ. ഏത് അമ്മയ്ക്ക് തിളങ്ങി അത് കുടുംബക്കാരുടെ പ്രശ്നമാണ് മോനെ, നിന്റെ അമ്മയുടെ കുഴപ്പമല്ല അത്. മനസ്സിലായ? നീ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് എവിടെയോ ഒരു വൈരാഗ്യം കയറിയിട്ടുണ്ട് മൈൻഡിൽ. ഈ സാധനങ്ങളൊക്കെ ഇരിക്കണോണ്ട് പണ്ട് മുതൽ നിന്റെ അച്ഛൻ ഉണ്ടാവും മേ ബി. എനിക്ക് തോന്നുന്നു ഇവന്റെ അമ്മയല്ല, ഇവന്റെ കുടുംബക്കാരില്ലേ, കുടുംബക്കാരാണ് ഇവന് ട്രോമ കൊടുത്തത്. നീ സത്യം പറഞ്ഞാൽ നിന്റെ കുടുംബക്കാരുടെ ട്രോമയിലാണ് നീ പെട്ടിട്ടുള്ളത്. അത് അവര് ചിലപ്പോ ആ ഒരു ചുറ്റുവട്ടത്തിൽ അതുണ്ടാവും. ഈ നാട്ടിൻപുറത്ത് പ്രദേശത്തൊക്കെ ഫിനാൻഷ്യലി കുറച്ച് ലോ ആയ ഇതേപോലെ പ്രശ്നങ്ങൾ നടക്കുന്ന വീട്ടിലൊക്കെ കയറി ഇടപെടാൻ അമ്മായിമാരും ഉണ്ടാവും. അവരുടെ കുറെ ട്രോമാസും കാണും. ഇപ്പൊ ഒന്നും വേണ്ട, എന്റെ അമ്മാവന്മാരുടെ വണ്ടി എന്നോട് വന്നിരുന്നിട്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പറയുമ്പോൾ വീണ്ടും ഒരു അമ്മാവൻ ഇത്രല്ല അമ്മ പറയും 4 5 അല്ലെങ്കിൽ 4 അല്ല 6 അവന് 4. അന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇവിടെ ഇല്ലെന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മൾ ഒരുമാതിരി കോഴിയാക്കി കൊണ്ടിരുന്നു പണ്ടൊക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് എന്താ പറയണ്ട അറിയില്ലല്ലോ. അങ്ങനെ കുറെ എണ്ണങ്ങൾ ഉണ്ടാവും, ഉണ്ടായിരിക്കുന്നില്ല കുറെ കുടുംബത്തിൽ, എല്ലാ കുടുംബത്തിലും ഉണ്ട്. അത് അങ്ങനത്തെ എന്തോ സാധനം നിനക്ക് കിട്ടിയാണ്. നീ ഞാൻ പറയുമ്പോ നീ ഒന്ന് കുറച്ചും കൂടി എന്താ പറയുക, ഇതൊക്കെ മാറി വീട്ടുകാർ നിന്നെ പണിഞ്ഞു എന്നുള്ളതൊക്കെ വിട്. സംഗതി നിനക്ക് പുറത്തു പോകാൻ പറ്റാതെ ഒരു കേസോ സാധനങ്ങളൊക്കെ ആയിട്ട് ആകെ വിഷയമായതൊക്കെ നിനക്കും ഒരു വലിയ പങ്ക് അതിനകത്തുണ്ട്. പിന്നെ നമ്മളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ നിന്നോട് പറയുന്നത് തുറന്ന് പറയേണ്ടതേ സോഷ്യൽ മീഡിയയിൽ തുറന്ന് പറയാൻ പാടും. ഓക്കെ, എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പറയണമെന്നാണെങ്കിൽ നീ പറഞ്ഞോ. സിമ്പതി കിട്ടാനാണോ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഒരു പടുകുഴിയില്ല, ഇവൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാ ചെയ്യേണ്ടത്. ഒരു സൈഡിൽ നോക്കുമ്പോ നല്ലത് ചെയ്യണം, ഒരു സൈഡിൽ നോക്കുമ്പോ വീട്ടുകാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഉപേക്ഷിച്ച കോണ്ടം എന്തോ പ്രോബ്ലം ഉണ്ട് മോനെ. നീ ആദ്യം പോയിട്ട് നല്ല രീതിയിൽ ഒരു എന്താ പറയാ സൈക്കാട്രിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് ഒക്കെ എടുത്ത് നീ സംസാരിക്കുക അവരോട്. ഓക്കെ, മനസ്സ് തുറന്ന് സംസാരിക്കും. മേ ബി നിനക്ക് അതേ നല്ല ഉദ്ദേശത്തില് പറഞ്ഞു. അതിനെ വെച്ചിട്ട് അതുകൊണ്ട് നീ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒന്നും തിരിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുന്തമില്ല. അല്ല, ഞാൻ പറയാം, നീ അങ്ങനെ ഒന്നും വിചാരിക്കുക. അല്ലെങ്കിൽ നീ നിങ്ങൾക്ക് ഇത് ആരോടും ഷെയർ ചെയ്യാല്ലാത്തതാണ്. നീ വൈഫിനോട് മാത്രമാവും ചിലപ്പോൾ ഷെയർ ചെയ്യും. വൈഫിനോട് പറഞ്ഞിട്ട് അല്ല, വൈഫിനോട് മാത്രമായിരിക്കും പറയുന്നത്. അവർക്കും ലിമിറ്റേഷൻസ് കാണില്ലേ? കാരണം അവർ ആ മൊമെന്റ് കാണാതെ വളർന്ന സാഹചര്യം അറിയാത്തൊരു. അതാണ് അവർക്കും വേറെ സാഹചര്യം ആണെങ്കിൽ അവർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൊന്നുമില്ല. അല്ല, ഇനി ചെയ്താൽ തന്നെ ചിലപ്പോ ഇനി മൂന്നാമത് ഒരാളോട് പറഞ്ഞാലും ചിലപ്പോൾ മാറ്റം വരും. ഈ മൂന്നാമത് ഒരാളെ നീ സോഷ്യൽ മീഡിയ ആയിട്ട് കാണല്ലേ. ഈ മൂന്നാമത് ഒരാളെ നീ ഒരു ഹ്യൂമൻ ബീങ് ആയിക്കഴിഞ്ഞാൽ നീ ആ മനുഷ്യനോട് പറ. സോഷ്യൽ മീഡിയയിൽ നിന്നോട് തിരിച്ചൊന്നും പറയാത്ത ആൾക്കാരോട് ക്യാമറയെ നോക്കി പറഞ്ഞിട്ട് നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കമന്റ് ആണോ ഇങ്ങനെ ഒരു സമാധാനം കണ്ടെത്തുന്നത്? എനിക്കറിയാൻ മനസ്സിലാവില്ല. കമന്റ് കണ്ടിട്ടാണോ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ഭാവി കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. കഷ്ടടേ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവൻ ഇങ്ങനെ ഒരു കുഴി പോയി ചാടുന്നുള്ളത്. ചെക്കൻ ആകെ പോയിട്ടാ, കയ്യിന്ന് പോയി. സത്യം, ചെക്കൻ ആകെ കയ്യുന്നു. സത്യം പറഞ്ഞ അവനോട് സാധാ പോകും. വെറുതെ ഞാൻ അന്ന് അവനെ പിടിച്ച് എയർ കയറ്റി പറഞ്ഞു. ഞാൻ ഒരു ആവേശത്ത് കയറിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഏതാ പറഞ്ഞു. ചെങ്ങായി പാവട്ടോ, ചെങ്ങായി ആകെ പോയിന്ന് കഴിയുന്നു. അല്ല, ആ ചെറുപ്പത്തിലുള്ള കുറെ ട്രോമകൾ കിട്ടിയപ്പോഴേ തോന്നുന്നത് അത് തന്നെയാണ്. ആ ട്രോമ കിട്ടിയപ്പോ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇപ്പോഴും പറയുന്നു, നിന്റെ ട്രോമകളിൽ നിന്ന് റിലീസ് ആവാനുള്ള ഒരു മരുന്നൊന്നുമല്ല സോഷ്യൽ മീഡിയ ഈ ക്യാമറയിൽ വെച്ച് നാട്ടുകാരോട് പറയുന്നു. നീ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള വേറെ വഴി. എനിക്ക് തോന്നിയാ പറയട്ടെ, ഈ അമ്മയ്ക്കൊക്കെ ഉള്ള സാഹചര്യം കൊണ്ട് അമ്മയ്ക്കും മകനോട് എന്താ പറയണ്ടേ ഏതാ പറയണ്ടെന്ന് പറയുന്ന സമയം ഉണ്ടാവില്ല, സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. അമ്മയ്ക്ക് അമ്മേന്റേതായ ടെൻഷൻ. ഇപ്പോൾ അവർ പേടിച്ചിട്ടാവും എൻ്റെ അടുത്ത് പോകാത്ത. ഈ ദേഷ്യം ഉള്ള മനസ്സിൽ വെച്ച് എന്തെങ്കിലും ചെയ്താലും എന്നുള്ള പേടി അവർക്ക് കാണും. പാവങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലേ. എന്തായാലും നീ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാക്ക്. അല്ലെങ്കിൽ ഇവന്റെ കമന്റ് ബോക്സിൽ ആരെങ്കിലും പോയിട്ട് നല്ല കമന്റ് ഇട്ട് ഇവനോട് ആരോടെങ്കിലും തുറന്നു മനസ്സിലാവണ്ടേ. ആയാവട്ടെ. എന്തായാലും ഓക്കെ, ബൈ.